ആലുവ സെന്റ് ഡൊമിനിക് മതബോധന യൂണിറ്റിന്റെ 2024-25 മതബോധന വർഷത്തിലെ വാർഷിക റിപ്പോർട്ട് വായിക്കുന്നത് സെക്രട്ടറി പോൾ പയ്യപ്പള്ളി. പ്രാർത്ഥനയിൽ വളരാം എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് 2024-2025 വർഷത്തെ വിശ്വാസ പരിശീലന വർഷത്തിന് ഇടവക വികാരി വെരി റവറൻ ഫാദർ ജോസഫ് കരിമത്തി അച്ഛൻ തിരി തെളിയിച്ച് തുടക്കം കുറിച്ചു. അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്ന ദിവ്യബലിയിൽ വായനകളും കാഴ്ചവയ്പും അധ്യാപകർ നടത്തി. ദിവ്യബലിക്ക് ശേഷം എല്ലാ അധ്യാപകരും വികാരിയച്ഛൻ ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞ ഏറ്റുചൊല്ലി അവരവരുടെ ചുമതലകൾ ഏറ്റെടുത്തു. വികാരിയച്ഛന്റെയും കൊച്ചച്ഛന്റെയും നേതൃത്വത്തിൽ എച്ച്എം, സെക്രട്ടറി കൂടാതെ 15 അധ്യാപകരും 5 ആനിമേറ്റേഴ്സും ഉൾപ്പെടുന്ന ടീമിന്റെ നേതൃത്വത്തിൽ 225 കുട്ടികൾക്ക് വിശ്വാസ പരിശീലനം നടത്തിപ്പോരുന്നു. പ്രാർത്ഥനാ ദിനം മെയ് മാസം 26-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 3 സെന്ററുകളിലെയും അധ്യാപകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനാ ദിനം ആചരിക്കുകയുണ്ടായി. ബ്രദർ ബിനു കോളിയാടൻ ക്ലാസ് എടുക്കുകയും ക്ലാസ്സിന് ശേഷം എല്ലാവരും പള്ളിയിൽ ഒരുമിച്ചുകൂടി ബ്രദറിന്റെ നേതൃത്വത്തിൽ ആരാധനയും പ്രാർത്ഥനയും നടത്തുകയും തുടർന്ന് 5 മണിയുടെ ദിവ്യബലിയോടുകൂടി സമാപിക്കുകയും ചെയ്തു. ലീഡേഴ്സ് മീറ്റിംഗ്. തിരഞ്ഞെടുക്കപ്പെട്ട ക്ലാസ് ലീഡേഴ്സ് എച്ച്എം, കൊച്ചച്ഛൻ, ജെഫ്രി ബ്രദർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഓഫീസ് റൂമിൽ ഒരുമിച്ചുകൂടി 2024-25 വർഷത്തേക്കുള്ള സ്കൂൾ ലീഡർമാരായി മിറ്റത്താണിക്കൽ പവീൻ ജോസ്, പുതുക്കാരൻ റെന്നി, സാന്ദ്ര എന്നിവരെ തെരഞ്ഞെടുത്തു. മാതാപിതാക്കളുടെ സെമിനാർ ജൂൺ മാസം 23-ാം തീയതി രാവിലെ 9 മണിയുടെ ദിവ്യബലിക്ക് ശേഷം മാതാപിതാക്കൾക്കായി ഒരു സെമിനാർ നടത്തുകയുണ്ടായി. 200-ൽ താഴെ മാതാപിതാക്കൾ പങ്കെടുത്തു. ബ്രദർ ബിനു കോളിയാടൻ മാതാപിതാക്കൾക്ക് നല്ലൊരു ക്ലാസ് നൽകുകയുണ്ടായി. ക്ലാസ്സിന് ശേഷം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് 2024-25 വർഷത്തേക്കുള്ള PCC മെമ്പേഴ്സായി LP വിഭാഗത്തിൽ നിന്നും എമിൻ ജോസഫ്, സിനി റോബിൻ, UP വിഭാഗത്തിൽ നിന്നും ജോബിൻ തോമസ്, സുനിത റോജി, ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും സജി പയ്യപ്പള്ളി, നിഷ വിൻസെന്റ് എന്നിവരെ തെരഞ്ഞെടുക്കുകയും ഇവരിൽ നിന്നും PCC പ്രസിഡന്റായി സജി ജോർജ് പയ്യപ്പള്ളിയെയും വൈസ് പ്രസിഡന്റായി സിനി റോബിനെയും തെരഞ്ഞെടുത്തു. വിയാനി ഡേ. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 4 ഞായറാഴ്ച ദിവ്യബലിക്ക് ശേഷം നടന്ന അസംബ്ലി മധ്യേ വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും ആദരിക്കുകയും അവർക്ക് പൂക്കൾ നൽകി സ്വീകരിക്കുകയും കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്ന ആശംസാ കാർഡുകൾ സമ്മാനമായി നൽകുകയും ചെയ്തു. അധ്യാപകരുടെ പ്രതിനിധി ആന്റണി സാർ അച്ഛന്മാർക്ക് ആശംസകൾ നേർന്ന് സംസാരിക്കുകയും ചെയ്തു. പ്രമോട്ടർമാരുടെ സന്ദർശനം. വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ പ്രമോട്ടർമാരായി നെൽസൺ സാർ, റിപ്സി ടീച്ചർ ഓഗസ്റ്റ് 18-ാം തീയതി നമ്മുടെ യൂണിറ്റ് സന്ദർശിക്കുകയും 2 പേരും ദിവ്യബലി മുതൽ കാറ്റഗിസം ക്ലാസ് അവസാനം വരെ സസൂക്ഷ്മം വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്തു. ഓണാഘോഷം. സെപ്റ്റംബർ 15-ാം തീയതി 9 മണിയുടെ ദിവ്യബലിക്ക് ശേഷം ഓണാഘോഷം ഭംഗിയായി നടത്തുകയും ഗ്രൂപ്പുകൾ തിരിച്ച് മത്സരങ്ങൾ നടത്തി പ്രോത്സാഹന സമ്മാനങ്ങൾ കുട്ടികൾക്ക് നൽകുകയും ചെയ്തു. PCC മെമ്പേഴ്സിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പായസ വിതരണവും നടത്തി. ദേവാലയത്തിന്റെ മുൻവശത്ത് അധ്യാപകരുടെ നേതൃത്വത്തിൽ നല്ലൊരു പൂക്കളം ഇടുകയും ചെയ്തു. ലോഗോസ് കിസ്. സെപ്റ്റംബർ 29-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കുട്ടികളും ഇടവക അംഗങ്ങളും അധ്യാപകരും ഒരുമിച്ച് ലോഗോസ് കിസ് പരീക്ഷ മതാധ്യാപകരുടെ നേതൃത്വത്തിൽ എഴുതുകയും ഇതിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നവർക്ക് അതിരൂപതയുടെ ഉപഹാരം കൂടാതെ ഇടവക തലത്തിലും പ്രത്യേക പ്രോത്സാഹന സമ്മാനങ്ങളും നൽകിപ്പോരുന്നു. ഡയറിയുടെ പ്രകാശനം. ജൂലൈ 28-ാം തീയതി കുട്ടികളുടെ ദിവ്യബലിക്ക് ശേഷം 2024-25 വർഷത്തെ കാറ്റഗിസം ഡയറി വികാരിയച്ഛൻ സ്കൂൾ ലീഡർക്ക് നൽകി പ്രകാശനം നിർവഹിക്കുകയുണ്ടായി. ഡയറി തയ്യാറാക്കുന്നതിൽ മുൻനിരയിൽ നിന്ന ലിൻസി ടീച്ചറെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു. എല്ലാ കുട്ടികൾക്കും ഡയറി നൽകുകയും ദിവ്യബലിക്ക് ഡയറി കൊണ്ടുവന്ന് ഉപയോഗിക്കണമെന്നും അച്ഛൻ കുട്ടികളോട് എടുത്തു പറഞ്ഞു. ഗ്രാൻഡ് പാരന്റ്സ് ഡേ. ജൂലൈ 28-ാം തീയതി 9 മണിയുടെ ദിവ്യബലിക്കിടെ ഗ്രാൻഡ് പാരന്റ്സ് ഡേ സെലിബ്രേഷൻ നടത്തുകയുണ്ടായി. കുട്ടികൾ തയ്യാറാക്കിക്കൊണ്ടുവന്ന ആശംസാ കാർഡുകൾ മാതാപിതാക്കൾക്ക് നൽകുകയും കൂടാതെ ചോക്ലേറ്റും റോസാ പുഷ്പങ്ങളും നൽകി അവരെ ആദരിക്കുകയും ചെയ്തു. അന്നേ ദിവസം കുട്ടികൾ തയ്യാറാക്കി അധ്യാപകർ കൊടുത്ത വീഡിയോ പരിശോധിച്ച് സമ്മാനം നൽകുകയും ചെയ്തു. വാൾ മാഗസിൻ. 11-ാം ക്ലാസ്സിലെ കുട്ടികളും അധ്യാപിക സിസ്റ്റർ മേരി ടീച്ചയും ചേർന്ന് പ്രാർത്ഥനയിൽ വളരാം എന്ന ആപ്തവാക്യം ആസ്പദമാക്കി പ്രണാമം എന്ന നാമത്തിൽ വാൾ മാഗസിൻ പ്രദർശിപ്പിക്കുകയുണ്ടായി. മിഷൻ സൺഡേ. ഒക്ടോബർ 27-ാം തീയതി കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ വിഷു ഞായർ വളരെ ഭംഗിയായി ആഘോഷിക്കുകയുണ്ടായി. അന്നേ ദിവസം കുട്ടികളുടെ നേതൃത്വത്തിൽ ഫുഡ് കൗണ്ടറും ഐസ്ക്രീം കൗണ്ടറും
നടത്തി ഇതിൽ നിന്നും സ്വരൂപിക്കുന്ന പൈസ മിഷൻ പ്രവർത്തനത്തിനായി വൈദികർ വഴി അയച്ചു കൊടുക്കുകയും കുട്ടികളെ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എലൈവ് ആൻഡ് എൻലൈറ്റ് പ്രോഗ്രാം 12ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി നടത്തുന്ന എലൈവ് 24 പ്രോഗ്രാം ഇടപ്പള്ളിയിൽ വെച്ച് നടന്നു. നമ്മുടെ യൂണിറ്റിലെ കുട്ടികൾ അധ്യാപകൻ ആന്റണി സാറിന്റെ നേതൃത്വത്തിൽ പങ്കെടുത്തു. കൂടാതെ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി നടത്തുന്ന എൻലൈറ്റ് പ്രോഗ്രാമിലും അവരുടെ അധ്യാപിക സിസ്റ്റർ പവിത്രയുടെ നേതൃത്വത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അഡോപ്റ്റ് എ ഫാമിലി ആൻഡ് ഔട്ട്റീച്ച് പ്രോഗ്രാം 12ാം ക്ലാസ്സിലെ കുട്ടികൾ അവരുടെ പഠനത്തിന്റെ ഭാഗമായി സ്വരൂപിച്ച ഒരു ചെറിയ തുക ഇടവകയിലെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിന് ചികിത്സാ സഹായത്തിനായി നൽകുകയുണ്ടായി. 11ാം ക്ലാസ്സിലെ കുട്ടികൾ അവരുടെ ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി അധ്യാപികയായ സിസ്റ്റർ മേരി ട്രീസയുടെ ഒപ്പം ചുണങ്ങംവേലിയിലെ ഒരു വൃദ്ധസദനം സന്ദർശിക്കുകയും കുട്ടികൾ സമാഹരിച്ച തുക അവിടുത്തെ ഇൻചാർജ് സിസ്റ്ററിനെ ഏൽപ്പിക്കുകയും അന്നേ ദിവസം കുറച്ചു സമയം അവിടുത്തെ അന്തേവാസികൾക്കൊപ്പം ചെലവഴിക്കുകയും ചെയ്തു. മത അധ്യാപക ദിനം വിശ്വാസ പരിശീലകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെ തിരുനാൾ ദിനമായ നവംബർ 4 എല്ലാ അധ്യാപകരെയും ആദരിക്കുകയും നവംബർ 10-ാം തീയതി ഞായറാഴ്ച എല്ലാ അധ്യാപകർക്കും ഇടവകയുടെ ഉപഹാരം വികാരിയച്ഛൻ നൽകുകയും സ്നേഹവിരുന്ന് നൽകുകയും ചെയ്തു. ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാൾ നവംബർ 24-ാം തീയതി ക്രിസ്തുരാജന്റെ തിരുനാൾ കുട്ടികളും അധ്യാപകരും ചേർന്ന് ആഘോഷിച്ചു. കുട്ടികൾ പ്ലക്കാർഡ് ഉണ്ടാക്കുകയും ക്രിസ്തുരാജ പ്രഘോഷണ റാലി നടത്തുകയും ചെയ്തു. ക്രിസ്മസ് പ്രോഗ്രാം ഡിസംബർ 22-ാം തീയതി ആദ്യം ക്ലാസ്സുകളിൽ കുട്ടികൾ ഒരുമിച്ച് കൂടി ക്രിസ്മസ് കേക്ക് മുറിച്ചും ക്രിസ്മസ് ഗിഫ്റ്റ് കൈമാറിയും ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചതിനു ശേഷം പാരിഷ് ഹാളിൽ ഒരുമിച്ച് കൂടി ഗ്രൂപ്പുകൾ തിരിച്ച് മത്സരങ്ങൾ നടത്തുകയും ക്രിസ്മസ് സന്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും വികാരിയച്ഛന്റെ ക്രിസ്മസ് സന്ദേശത്തിന് ശേഷം ക്രിസ്മസ് കേക്ക് പരസ്പരം പങ്കുവച്ച് ക്രിസ്മസ് ആഘോഷം നടത്തുകയും ചെയ്തു. വാർഷിക ആഘോഷം 2023-25 വർഷത്തെ സെന്റ് ഡൊമിനിക് വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ വാർഷിക ആഘോഷം ജനുവരി മാസം 5-ാം തീയതി വൈകുന്നേരം 4:30 മണിയുടെ വിശുദ്ധ ബലിയോടെ ആരംഭം കുറിച്ചു. ഇടവകയുടെ വലിയ ഇടയനും വികാരിയുമായ റവറൻ ഫാദർ ജോസഫ് കരിമത്തി അച്ഛന്റെ അധ്യക്ഷതയിൽ ആരംഭം കുറിച്ച് പൊതുസമ്മേളനത്തിലേക്ക് ഹെഡ്മിസ്ട്രസ് റീജ ടീച്ചർ എല്ലാവരെയും സ്വാഗതം ചെയ്തു. അഭിവന്യ മാർ ജോസ് പുത്തുംവീട്ടിൽ പിതാവിന്റെ സാന്നിധ്യത്തിൽ നടന്ന പൊതുസമ്മേളനത്തെ തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വിനോദയാത്ര ജാനുവരി 2-ാം തീയതി ശനിയാഴ്ച കൊച്ചച്ഛൻ അതുൽ മാളിയേക്കലിന്റെ നേതൃത്വത്തിൽ ഉല്ലാസത്തിനായി എല്ലാ മതാധ്യാപകരും ഒരുമിച്ച് മൂന്നാറിലേക്ക് വിനോദയാത്ര പോവുകയുണ്ടായി. ഇന്റൻസീവ് ബൈബിൾ കോഴ്സ് 2025 ഏപ്രിൽ 3, 4, 5 തീയതികളിൽ കപ്പുച്ചിൻ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ ബിബ്ലിയ ഫെസ്റ്റ് 2K25 എന്ന പേരിൽ 3 ദിവസം നീണ്ടുനിന്ന ഇന്റൻസീവ് ബൈബിൾ കോഴ്സ് നടത്തുകയുണ്ടായി. യാത്രയയപ്പ് ഏപ്രിൽ 19-ാം തീയതി രാവിലെ ദ്വീപലിക്ക് ശേഷം വികാരിയച്ഛന്റെയും കൊച്ചച്ഛന്റെയും സാന്നിധ്യത്തിൽ സെന്റ് ഡൊമിനിക് യൂണിറ്റിന്റെ വിശ്വാസ പരിശീലകരായിരുന്ന സിസ്റ്റർ റിൻസിറ്റ, സിസ്റ്റർ പവിത്ര, സിസ്റ്റർ നിമ്മി തുടങ്ങിയവർ ഇവിടെ നിന്നും സ്ഥലം മാറി പോകുന്നതിനാൽ ഇടവകയുടെ ഉപഹാരം നൽകി അവർക്ക് സ്നേഹോഷ്മളമായ ഒരു യാത്രയയപ്പ് നൽകുകയുണ്ടായി. ഉപസംഹാരം കഴിഞ്ഞ ഒരു വർഷക്കാലം വിശ്വാസ പരിശീലന രംഗത്ത് ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ഉപദേശവും നൽകുകയും ചെയ്തു പോരുന്ന അതിരൂപത ഡയറക്ടർ, ഫൊറോന ഡയറക്ടർ, സെക്രട്ടറിമാർ തുടങ്ങിയവർക്കും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഞങ്ങൾക്ക് മാർഗദീപമായി ഞങ്ങളെ നയിച്ച വികാരിയച്ഛൻ റവറൻ ഫാദർ ജോസഫ് കരിമത്തി, മതബോധന രംഗത്ത് എങ്ങനെ മുന്നേറണമെന്ന് ഞങ്ങളുടെ മുന്നിൽ നിന്ന് നയിച്ച കൊച്ചച്ഛൻ ഫാദർ അതുൽ മാളിയേക്കലിനോടും PCC മെമ്പേഴ്സ്, മാതാപിതാക്കൾ, ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിനെ സഹായിച്ച കൈക്കാരന്മാർ, വൈസ് ചെയർമാൻ, സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടെ വിശ്വാസ പരിശീലനം നടത്തുന്ന എല്ലാ വിദ്യാർത്ഥികളോടും പ്രധാന അധ്യാപിക, റീജ ടീച്ചർ, മറ്റ് മതാധ്യാപകർ, ആനിമേറ്റേഴ്സ്, വിവിധ എൻറോൺമെന്റുകൾ നൽകി സഹായിച്ചവരോടും എല്ലാ ഇടവക ജനങ്ങൾക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ടും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി നടത്തുവാൻ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ തമ്പുരാനോടും 1000 നന്ദി പറഞ്ഞുകൊണ്ടും ഈ റിപ്പോർട്ട് നിങ്ങളുടെ അറിവിനും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു.